മലയാളത്തിന്റെ യശസ്സുയർത്തിയ ഒരു കോഴിക്കോട്ടുകാരനാണിത്. മലയാള നാടക സിനിമാ വേദിക്ക് അനുഗ്രഹമായി കിട്ടിയ ഒരു വലിയ കലാകാരൻ. നടനും നാടകകൃത്തും ചിത്രകാരനുമൊക്കെയായി കലാലോകത്ത് നിറശോഭയായിരുന്ന ഇദ്ദേഹത്തെ നാം അറിയും. വാസുപ്രദീപിനെ. വേറിട്ടൊരു ജീവിതവും വേറിട്ടൊരു കഥയുമാണ് ഈ കലാകാരൻ്റേത്. മലയാള നാടകവേദിയിൽ പരീക്ഷണ നാടകങ്ങളുമായി പാരമ്പര്യ രീതികളെ മറികടക്കാൻ ചങ്കുറപ്പ് കാട്ടിയ നാടകകൃത്ത്. അരങ്ങിലും അണിയറയിലും പ്രതിഭയുടെ പ്രകാശം പരത്തിയ ഒരാൾ. ഇന്നത്തെ കാലത്തിലും ആദരിക്കപ്പെടുന്ന ഇന്നലെയുടെ താരമാണ് വാസുപ്രദീപ്. 4-5 വയസ്സ് കാലത്ത് തന്നെ ഞാൻ സ്ലേറ്റിലും പെൻസിലും ഒക്കെ വരയ്ക്കാറുണ്ട്. അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ, ശ്രീനാരായണ ഗുരുവിൻ്റെ തലയുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറെ ഞാൻ ജോലി ചെയ്യുമ്പോൾ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു അച്ഛൻ. അച്ഛനെ നോക്കി ഞാൻ വരച്ചിട്ട് സ്ലേറ്റിൽ വരച്ചിട്ട് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തു. ഒരു 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 6-7 പാസ്സായപ്പോൾ സ്കൂളും നിർത്തി ജോലി ചെയ്തു 2 വർഷം. തിരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല, പഠിക്കണമെന്ന്. ഒരു അമ്മയുടെ ഒരു ബന്ധു ഇവിടുത്തെ സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലെ ഒരു ഹിന്ദി മാഷ്, ആ മാഷോട് പറഞ്ഞു, മാഷ എനിക്ക് പഠിക്കണമെന്നല്ലോ, അതിനെന്താ വിഷമം, പഠിക്കന്നെ, നീ ഇത്രാം തരം വരെ പഠിച്ചിട്ടുള്ളൂ, അതെ എനിക്കൊരു കാര്യം ചെയ്യാം, അതിന് വേണ്ടുന്ന ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുതരാം, പഠിച്ചോ, എന്നിട്ട് സാമൂതിരി ഹൈസ്കൂളിൽ ചെന്ന് ചേർന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്കിരുന്നു. സ്കൂൾ തുറന്ന സമയത്ത് പാസ്സായി 3rd ഫോമിൽ ചെന്ന് ചേർന്നു. വരകളിലൂടെ വിസ്മയം എഴുതുമ്പോഴും ജീവിതം എങ്ങോട്ടൊഴുകുമെന്നറിയാത്ത അവസ്ഥ. പ്രാരാബ്ധമൊഴിയാത്ത വീട്ടിലെ കുട്ടി സ്കൂൾ പഠിപ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കാരനായി. അറിവ് നേടാനുള്ള ആഗ്രഹം കൊച്ചുവാസുവിന്റെ മനസ്സിൽ അപ്പോഴും കെടാതെ നിന്നു. പള്ളിക്കൂടത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയായി വീണ്ടും കയറി ചെല്ലുമ്പോൾ ചില ഭാഗ്യങ്ങൾ കൂടി വാസുവിനായി കാത്തിരുന്നു. 3rd ഫോമിൽ ലാസ്റ്റിൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വന്നു. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. 4th ഫോമിലെ ഫസ്റ്റ് ഡേ ആ ഡ്രോയിങ് മാഷാണ് ക്ലാസ് ടീച്ചറായിട്ട് വന്നത്. എല്ലാവരും പിന്നെ അവരവരുടെ പേര് പറയൂ. ഞാൻ എൻ്റെ പേര് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വാ, എനിക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഡ്രോയിങ്ങിൽ? അതെ. 2 പരീക്ഷ, ലോവറും ഹയറും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ പാസ്സായാൽ എനിക്ക് ഡ്രോയിങ് ടീച്ചറാവാം എന്ന് പറഞ്ഞു മാഷ്. ഞാൻ പറഞ്ഞു, പഠിക്കണമെന്നുണ്ട് സർ, ഫീസ് തന്ന് പഠിക്കാൻ കഴിയില്ല, ഞാൻ തന്നെ ജോലി ചെയ്തിട്ടാണ് പഠിക്കുന്നത്. മാഷ് പറഞ്ഞേ, നീ ഫീസൊന്നും തണ്ട, ഒരു നല്ലൊരു ഡ്രോയിങ് ബുക്ക് സമ്പാദിക്കുക, എന്നിട്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സ് റൂമിൽ വാ. 2 കൊല്ലം കൊണ്ട് ലോവറും ഹയറും പാസ്സായി. SSLC എത്തിയപ്പോൾ ഞാൻ തോറ്റു. പക്ഷേ എക്സാമിനേഷൻ ടൈമിൽ ഈ ഡ്രോയിങ് മാഷ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ തൊപ്പിത്തമ്പര മാഷ് ഡ്രോയിങ് മാഷാണ്, പോവാണ്, നിനക്ക് ആ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, നീ ഹെഡ് മാഷ് എടുത്ത് സർട്ടിഫിക്കറ്റായിട്ടും ചെന്ന് നോക്കും. ചെന്നു, എനിക്ക് ജോലിയും കിട്ടി ഡ്രോയിങ് ടീച്ചറായിട്ട്. പക്ഷേ വെറും 3 മാസേ ടീച്ചറാവാൻ കഴിഞ്ഞുള്ളൂ. സ്കൂളിലെ അധ്യാപകന്റെ ജോലി ഹ്രസ്വകാലം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ചിത്രകാരനായി പേരെടുത്തിരുന്ന വാസുവിന് കലയുടെ ലോകത്ത് ജീവിതം വഴി തെളിച്ചിട്ടിരുന്നു. പ്രദീപ് ആർട്സ് എന്ന സ്ഥാപനം ഈ കലാകാരന് പുതിയ പേരും വലിയ ശിഷ്യസമ്പത്തുമാണ് സമ്മാനമായി നൽകിയത്. അപ്പോഴേക്ക് എൻ്റെ ഒരു സിസ്റ്റർ മാരേജ് വന്നു. മിഠായി തെരുവിൽ പ്രദീപ് ആർട്സ് എന്നൊരു ചിത്രകലാ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. അതാണ് വാസു പ്രദീപ് ആയി മാറിയത്. പ്രദീപ് ആർട്സ് തുടങ്ങി ചിത്രം ജീവിതമാർഗമാക്കിയപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കുട്ടിയോട് പോലും ഇന്നും പ്രതിഫലം വാങ്ങാറില്ല. കുട്ടികളിവിടെ വരും, എൻ്റെ മുറിയിൽ വരും, പഠിക്കും, പോകും. അതിൽ ഉന്നതന്മാരായിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ധാരാളം കാശ്, നിത്യം 500-1000 ഉറുപ്പ്യ പ്രതിഫലം വാങ്ങുന്ന കുട്ടികളുണ്ട്. ചിത്രമെഴുതി ജീവിതം അന്വേഷിക്കുമ്പോൾ തന്നെ
തന്നിൽ അക്ഷരവെളിച്ചം നിറയ്ക്കാനും വാസുപ്രദീപ് ശ്രദ്ധാലുവായിരുന്നു. പുസ്തകങ്ങളോടുള്ള ചങ്ങാത്തം തുടരുക തന്നെയായിരുന്നു ഇദ്ദേഹം. വർണ്ണങ്ങൾ ചാലിച്ച് മനോഹര ചിത്രങ്ങൾ എഴുതിയ ഇതേ ആൾ തന്നെയാണ് പിന്നീട് മലയാളത്തിന് മനോഹരമായ കഥകളും സംഭാവന നൽകിയത്. ദേശഭൂഷണി വായനശാലേൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എന്നും വായനശാലയിൽ വന്നിട്ട് ധാരാളം വായിക്കും. രാത്രി 9 മണി വരെ വായിക്കും. അങ്ങനെ കിട്ടിയ വിജ്ഞാനം കൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായത്. എന്നെ ആദ്യം സഹായിച്ചത് കണ്ണൂരുള്ള ദേശമിത്രം എന്ന് പറഞ്ഞ പത്രമാണ്. തൃശ്ശൂരുള്ള VS കേരളീയൻ എന്ന പത്രത്തിലും ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട്, ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം അശോക ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ച് സദാനന്ദൻ പുതിയറ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ എന്നെ VS കേരളീയനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ചോദിച്ചു എന്ത് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രോയിങ് പേപ്പറുണ്ട്, വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഉടനെ വാസു വരയ്ക്കുകയോ ചോദിച്ചു. സാധാരണ പറഞ്ഞു വരയ്ക്കുക മാത്രമല്ല ഡ്രോയിങ് പരീക്ഷയൊക്കെ പാസ്സായിട്ടുണ്ട്. അതെയോ? എന്നാൽ എൻ്റെ നാട്ടുകാർ ഇവിടെ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, ആർട്സ് ആൻഡ് പബ്ലിസിറ്റി സർവീസ്, രാമു കാര്യാട്ട് ആൻഡ് പാർട്ടിയാണ് നടത്തുന്നത്. എനിക്ക് അവിടെ 60 റുപ്യ ശമ്പളത്തിന് ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടി. അതോടുകൂടി കമേഴ്സ്യലായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായി.